തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തങ്കയം അംഗൻവാടിയുടെ അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കും. കെട്ടിടം പൊളിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ബാവ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തങ്കയം അംഗൻവാടിയുടെ അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രദേശവാസികളുടെ ആശങ്കയുൾപ്പെടെ ചൂണ്ടിക്കാട്ടി കാസർഗോഡ് വിഷൻ വാർത്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 50 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടിയായതായി അധികൃതരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. 5500 രൂപ വില നിശ്ചയിച്ച് കെട്ടിടം പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ 2500 രൂപ പഞ്ചായത്തിന് തിരിച്ചു നൽകിക്കൊണ്ട് പ്രവൃത്തി ഏറ്റെടുക്കാൻ ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇയാളുമായി കരാർ ഒപ്പിടുന്നതോടെ കെട്ടിടം പൊളിച്ചു മാറ്റും. അതോടൊപ്പം നിലവിലുള്ള അംഗൻവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയും എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ബാവ പറഞ്ഞു. തങ്കയം അംഗൻവാടിക്ക് സമീപമുള്ള പഴയ കെട്ടിടം അത് ബ്ലോക്ക് പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്താണ് അത് പൊളിച്ചു മാറ്റേണ്ടത് എന്നതിലാണ് ഞങ്ങൾ ഇതുവരെ അത് ചെയ്യാതിരുന്നത്. അപ്പോൾ ബ്ലോക്കുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പൊളിക്കുന്നതിൽ സമ്മതമാണ് എന്ന നിലയിൽ പഞ്ചായത്ത് അതിൻ്റെ വാല്യുവേഷൻ കണക്കാക്കി അതുപ്രകാരം കൊട്ടേഷൻ പിടിച്ച് ഇപ്പോൾ പൊളിക്കാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. ഒരു വ്യക്തി അതെടുത്തിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള അംഗൻവാടിക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ അംഗൻവാടി റിപ്പയറിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ അംഗൻവാടിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കരാർ നൽകിയതാണ്. ഉടനെ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാൽ ബേബി ജില്ലി നിരത്തി വെള്ളക്കെട്ടൊഴിവാക്കാൻ സുമനസുകൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതോടെ അംഗൻവാടിയുടെ ശോചനീയാവസ്ഥയ്ക്ക് ഏറെക്കുറെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അംഗൻവാടിയോട് ചേർന്ന് മുറിച്ചിട്ടിരിക്കുന്ന വലിയ മഹാഗണി മരം ഏറ്റെടുക്കാൻ ഇനിയും ആരും തയ്യാറായിട്ടില്ല. വനം വകുപ്പ് വലിയ വില നിശ്ചയിച്ചതാണ് തടിക്കച്ചവടക്കാരെ പോലും ഇതിൽ നിന്നും പിറകോട്ടടിപ്പിക്കുന്നത്. അതോടൊപ്പം അവിടെയുള്ള മരം അത് വാല്യുവേഷൻ പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഫോറസ്റ്റുകാർ വലിയ വാല്യുവേഷൻ ഇടുമ്പോൾ അത് ആരും എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ ഒരു വാല്യൂ ആയതുകൊണ്ടാണ് ആരും എടുക്കാത്തത്. അത് പഞ്ചായത്തിനൊന്നും ചെയ്യാൻ ഏതായാലും മുറിച്ചിട്ട് അപകടം ഒഴിവാക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളത് ആ മരം മുറിച്ച് അപകട അവസ്ഥ ഒഴിവാക്കാൻ സാഹചര്യം ഉണ്ടാക്കി. ഏതായാലും മരവും 2 or 3 തവണ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരാൾ എടുക്കാനില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് നീക്കി അത് കൊണ്ടുപോകാൻ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.